ഹലോ ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നാണ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ODI മത്സരം. അതെ, ഇന്ന് വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇറങ്ങുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ തന്നെ ഓൾറെഡി ഇന്ത്യ 1-0 പിന്നിലാണല്ലോ, ശ്രീലങ്കയാണ് മുമ്പിലുള്ളത്. എന്തായാലും ഇന്ന് വിജയിച്ചുകൊണ്ട് ആ ഒരു സമനിലെങ്കിലും പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യൻ ടീമിൽ ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ലാസ്റ്റ് 2 മത്സരങ്ങളും നടന്നിട്ടുള്ള അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് ഈ ഒരു കളിയും നടക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഈ വർഷം കളിക്കുന്ന അവസാനത്തെ ഏകദിന മത്സരം കൂടിയാണിത്. ആ ഒരു പ്രത്യേകതയും ഈ ഒരു മത്സരത്തിന് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. എന്തൊക്കെയായാലും തോറ്റാൽ പരമ്പര നഷ്ടമാവുമെന്നുള്ള നാണക്കേടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് ടീം ഇന്ത്യക്ക് വിജയിച്ചേ തീരൂ. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 2 മത്സരങ്ങളിലും രോഹിത് ശർമ്മ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു മികച്ച തുടക്കം ഇട്ടുകൊടുത്തുകൊണ്ടായിരുന്നു മടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വിക്കറ്റുകൾ ചെറപറ വീണ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, കഴിഞ്ഞ 2 മത്സരത്തിലും അത് തന്നെയാണല്ലോ ആവർത്തിച്ചിട്ടുള്ളതും. സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരമാണ് ശിവൻ ദുബെ. പക്ഷെ കഴിഞ്ഞ 2 കളികളിലും അദ്ദേഹം വീണുപോയതും സ്പിന്നർമാർക്ക് മുമ്പിൽ തന്നെയായിരുന്നു. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയിട്ടുള്ള KL രാഹുലിനും ശ്രേയസ് അയ്യർക്കും മധ്യനിരയിൽ വലുതായൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇന്ത്യക്ക് ഒരു തിരിച്ചടി തന്നെയായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചെടുക്കും, ആ ഒരു വിജയം തന്നെ സ്വന്തമാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യത എന്തെന്ന് വെച്ചാൽ, ശിവൻ ദുബെയ്ക്ക് പകരം റിയാൻ പരാഗിനെ കൊണ്ടുവരും എന്നുള്ള ഒരു വലിയ റിപ്പോർട്ട് വരുന്നുണ്ട്. ബട്ട് 100% നമുക്ക് ദുബെ കളിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം സ്പിൻ ഹിറ്റിങ്ങിന് അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണല്ലോ ശിവൻ ദുബെ. അതുകൊണ്ട് തന്നെ ശിവൻ ദുബെയും അതുപോലെ തന്നെ റിയാൻ പരാഗിനെയും ഒരുമിച്ച് നിലനിർത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തൊക്കെയായാലും പേസ് ബോളറായിട്ടുള്ള അർഷ്ദീപ് സിംഗിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെയോ മാറ്റിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് റിയാൻ പരാഗിനെ കൊണ്ടുവരും എന്നുള്ള ഒരു വലിയ റിപ്പോർട്ടും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പരാഗ് കളിക്കാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. വിക്കറ്റ് കീപ്പറായിട്ടുള്ള KL രാഹുലിനെ മാറ്റിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ പന്തിനെ കൊണ്ടുവരുമോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. അതിനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചതായിട്ട് കാണുന്നത്. എന്തൊക്കെയായാലും ഇന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചെടുക്കും. രോഹിത് ശർമ്മയും സംഘവും ആ ഒരു വിജയത്തിലേക്ക് തന്നെ പോയിക്കൊണ്ട് ആ ഒരു സമനിലയോടുകൂടെ ഈ ഒരു ODI സീരീസ് അവസാനിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളും കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.